എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫിഷ് കറിയാണ്. നെയ്മീനാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. 1/2 കിലോളം ഉണ്ട്. കടയിൽ നിന്ന് തന്നെ ഞാനിത് കട്ട് ചെയ്ത് വാങ്ങിപ്പിച്ചു. ഇതുപോലെ സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് കടക്കാർ കട്ട് ചെയ്ത് തരുമ്പോൾ നല്ല സ്ലൈസായിട്ട് നമുക്ക് കിട്ടുമല്ലോ. അതുപോലെ ഞാൻ കട്ട് ചെയ്ത് വാങ്ങിപ്പിച്ചു. വീട്ടിൽ കൊണ്ടുവന്ന് വിനാഗിരിയും ഉപ്പും ചേർത്ത് നന്നായി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് വറുത്തരച്ച് കറി വയ്ക്കാം. വറുത്തരച്ച് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ വേണം. തേങ്ങ വറുത്തെടുക്കണം. നമുക്ക് ഒരു 1/2 മുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതായത് ഒരു തേങ്ങയുടെ പകുതി മുറി അത്രയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇത് ചീനച്ചട്ടിയിൽ നന്നായി വറുത്തെടുക്കേണ്ടതുണ്ട്. ചീനച്ചട്ടി നല്ല ചൂടായ ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചിരവി വെച്ചിരിക്കുന്ന ഈ 1/2 മുറി തേങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നല്ല പോലെ മുരിച്ചെടുക്കുക, വറുത്തെടുക്കുക. കയ്യിൽ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ഫ്ലെയിമിൽ ഇട്ട് തന്നെ, കയ്യിലെടുക്കാതെ നമുക്കിത് വറുത്തെടുക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. നന്നായി ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ വറുക്കാം. അതിനുശേഷം തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. മസാലപ്പൊടികൾ നല്ല ഫ്ലെയിമിൽ വെച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് തീ കുറയ്ക്കണം എന്ന് പറയുന്നത്. 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. 3 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുത്തു. നല്ല നാടൻ മുളക് പൊടിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്, എരിവുള്ളത്. മുളക് പൊടി ഇട്ട ശേഷം ഫ്ലെയിം നല്ല പോലെ കുറയ്ക്കണേ. 1/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തു. അതിനുശേഷം നല്ല പോലെ നമുക്കൊന്ന് മുരിച്ചെടുക്കാം. 2 പിഞ്ച് അളവിൽ പെരിഞ്ജീരകം ഇട്ട് കൊടുത്തു. നല്ല ജീരകം അല്ല കേട്ടോ, പെരിഞ്ജീരകമാണ് നമ്മളിതിന് ചേർക്കുന്നത്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്നുകൂടെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. കരിഞ്ഞു പോവാതെ മൂപ്പിക്കണം, തീ കുറച്ച് വെച്ചിട്ട്. ഇനി ഇത് നമുക്ക് ആറിയ ശേഷം നല്ലപോലെ അരച്ചെടുക്കാം. മിക്സിയിലിട്ടാണ് ഞാനിവിടെ അരച്ചെടുക്കുന്നത്. നല്ലപോലെ ആറിയ ശേഷം നമുക്ക് കുറച്ച് വെള്ളത്തിൻ്റെ അളവ് കൂട്ടി വെച്ചിട്ട് തന്നെ അരച്ചെടുക്കാം കേട്ടോ. കണ്ടോ, നല്ല പേസ്റ്റ് പോലെ കുഴമ്പ് പോലെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. വറുത്ത മസാല എപ്പോഴും നമ്മൾ അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ അളവ് കയറ്റി വെക്കണം, ഇല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് അത് അരിഞ്ഞ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിപ്പോവും. നമ്മൾ ചട്ടിയിലാണ് കറി വയ്ക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഒരു 8 പച്ചമുളക്, 4-5 കഷ്ണം കുടംപുളി, 1 തണ്ട് കരിവേപ്പില, 1 തക്കാളി, ഇതെല്ലാം കൂടി കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മളിവിടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. കണ്ടോ, നല്ലതായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ ജാറിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. കാരണം ഇത് നല്ല ചാറുള്ള കറിയാണ്, മീൻ കറി. അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് കുറച്ചുകൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തു എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. തിക്ക് ഗ്രേവി അല്ല, ഒഴിച്ചു കൂട്ടാൻ പോലത്തെ ഉള്ളൊരു മീൻ കറിയാണിത്. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. ഇതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ നമുക്ക് തിളപ്പിച്ചെടുക്കണം. ആദ്യം തന്നെ ഇതെല്ലാം ചേർത്ത ശേഷം നമുക്ക് അടുപ്പ് കത്തിക്കാം, അടച്ചു വെച്ച് തിളപ്പിക്കാം. നല്ല പോലെ തിള വരണം. അതിനുശേഷം മീനിട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അതവിടെ തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു 5-6 ചെറുള്ളി നമുക്ക് വേണ്ടതുണ്ട്. നന്നാക്കി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചാറ് നല്ല പോലെ, മീൻ ചാറ് നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് തുടങ്ങി. അത് നന്നായി തിളച്ച് വരട്ടെ. കുറച്ച് നേരം കൂടി അടച്ച് വെച്ച് നമുക്ക് തിളപ്പിക്കാം. ഒരു 3-4 മിനിറ്റും കൂടി കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ചാറ് നന്നായിട്ട് തിളച്ച് തൂവി. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണം നന്നായിട്ട് പെരക്കിയിട്ട് കൊടുക്കാം. കണ്ടോ, പതുക്കെ നമുക്കിത് ചേർത്ത് പെരക്കിയിട്ട് കൊടുക്കാം ഒന്നൊന്നായിട്ട്. സ്ലൈസായിട്ട് മുറിച്ചെടുക്കാൻ, വീട്ടിൽ കൊണ്ടുവന്ന് അങ്ങനെ മുറിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ കടയിൽ നിന്ന് തന്നെ നന്നാക്കി വാങ്ങിച്ചത്. അവരുടെ കത്തി ഭയങ്കര ഷാർപ്പാണല്ലോ, അപ്പോൾ അതുകൊണ്ട് നല്ല മുറിച്ചുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് നല്ല സ്ലൈസായിട്ട് നമുക്ക് മുറിഞ്ഞ് കിട്ടും. കഷ്ണങ്ങളെല്ലാം നമ്മൾ പെരക്കിയിട്ട് കൊടുത്തു. അതിനുശേഷം ഇതെല്ലാം ഇങ്ങനെ ചേർത്ത് വെച്ച് കൊടുത്ത ശേഷം അടച്ചു മൂടി വെച്ച് നമുക്ക് നന്നായിട്ട് തിളപ്പിക്കാം. നല്ല കുത്തി തിളച്ച് വരുമ്പോൾ മാത്രമാണ് ഇനി നമുക്ക് താളിച്ചൊഴിക്കേണ്ടതുള്ളൂ. ഒരു 4-5 മിനിറ്റ് കൊണ്ട് നല്ല പോലെ നല്ല ഫ്ലെയിമിൽ നന്നായി കുത്തി തിളച്ച് വരുന്നുണ്ട്. കണ്ടോ, മീനൊക്കെ നന്നായി വെന്ത് വരുന്നുണ്ട്.
നല്ലപോലെ മീനൊക്കെ വെന്ത് കിട്ടട്ടെ. ഉപ്പും മുളകും ഒക്കെ അതിൽ നല്ലപോലെ പിടിച്ച് പുളിയൊക്കെ പിടിച്ച് ചേർന്ന് വരട്ടെ. ഒരു 5 മിനിറ്റ് നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിക്കാം. അടച്ചു വയ്ക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഏകദേശമൊക്കെ മീനൊക്കെ വെന്ത് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഈ അടുപ്പ് ഓഫ് ചെയ്യാം. അതിനുശേഷം താളിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു പാത്രം വയ്ക്കാം. ഈ തിളയ്ക്കുന്നത് ചട്ടിയുടെ ചൂടാണ് കേട്ടോ. ഞാൻ അടുപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ചട്ടിയുടെ ചൂട് കൊണ്ട് വീണ്ടും ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. താളിപ്പിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് 2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഉള്ളി താളിക്കുന്നത്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഉലുവയിട്ട് നല്ലപോലെ പൊട്ടി വരട്ടെ. ഉലുവ നന്നായി പൊട്ടി വരുമ്പോഴേക്കും നമ്മളിവിടെ എടുത്തു വെച്ചായിരുന്നല്ലോ ചെറുള്ളി, ആ ഉള്ളി അരിഞ്ഞത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഒരു 6 പീസ് മതി കേട്ടോ ചെറുള്ളി, അധികമൊന്നും വേണ്ട, ജസ്റ്റ് താളിക്കുന്നതിന് മാത്രമായിട്ട്. ഒരു തണ്ട് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിന് ശേഷം ഇതെല്ലാം കൂടി ചേർന്ന് നന്നായിട്ട് മുരിഞ്ഞ് വരട്ടെ. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകും ഈ ഉള്ളി, അതുവരെ നമുക്ക് മൊരിച്ചെടുക്കാം. മൊരിഞ്ഞ് വരുന്നുണ്ട്. നല്ല ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് മൊരിച്ചെടുക്കാം. നന്നായി മൊരിഞ്ഞ് വരട്ടെ. ഈ ഉള്ളി താളിച്ചൊഴിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദും മണവും ഒക്കെയാണ് കേട്ടോ മീൻ കറിക്ക്. അതുകൊണ്ടാണ് ഉള്ളിയും കൂടി താളിച്ച് ഒഴിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ കളറായിട്ട് നമുക്ക് ഉള്ളി കിട്ടിയിട്ടുണ്ട്. അടുപ്പ് ഓഫ് ചെയ്ത ശേഷം ഈ താളിപ്പ് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉടനെ തന്നെ ഒന്ന് മൂടി വെച്ചേക്കണേ. അതിൻ്റെ ആ ഒരു താളിപ്പിൻ്റെ നല്ലൊരു മണം ഉണ്ടല്ലോ, കറിയുടെ ഒരു സ്വാദ് അതിലായിരിക്കുന്നത്. ആ മണം പോവാതെ നമുക്ക് അടച്ചു മൂടി വയ്ക്കാം. അതിനുശേഷം 5 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. പതുക്കെ ഒന്ന് ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിച്ചോ എന്നൊന്ന് സ്വാദ് നോക്കാം. കണ്ടോ, കാണാൻ തന്നെ എന്ത് ഭംഗിയാ നോക്ക്. ഒഴിച്ചു കൂട്ടണ മീൻ കറിയാണിത്. ചോറിന് പറ്റിയ ഒരു ചാറ് കറി. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ. നല്ല ഒരു വറുത്തരച്ച നെയ്മീൻ കറിയാണ്. ഇന്ന് വെച്ചിട്ട് നാളെ എടുക്കണം. ഇത്തരം കറികളൊക്കെ എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ മീൻ കറി ഉണ്ടാക്കുമ്പോൾ ഇന്ന് വെച്ചിട്ട് നാളെ എടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ്, ഉപ്പും പുളിയും മുളകൊക്കെ പിടിച്ചിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും തരാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ താങ്ക് യു വെരി മച്ച്. ബെലൈക്കണും കൂടി എനാബിൾ ചെയ്തേക്കണേ.